പാർലമെന്റ് അതിക്രമ കേസിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സഭയിൽ വിശദീകരണം നൽകാത്തതിൽ പ്രതിഷേധിച്ച് ഇന്നും പാർലമെന്റ് പ്രക്ഷുബ്ധമായി. ലോക്സഭയിലും രാജ്യസഭയിലും അംഗങ്ങൾ പ്രതിഷേധിച്ചു. പാർലമെന്റിന് പുറത്ത് പ്രതിപക്ഷ എംപിമാർ നടത്തിയ പ്രതിഷേധത്തിൽ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖറയെ അപമാനിച്ചുവെന്ന ആരോപണത്തിൽ പ്രതികരിച്ച് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും രംഗത്തെത്തി. തൃണമൂൽ അംഗം കല്യാൺ ബാനർജിയും കോൺഗ്രസ് അംഗം രാഹുൽ ഗാന്ധിയും നടത്തിയ പ്രവൃത്തി സഭയുടെ അന്തസ്സ് കെടുത്തിയതായി രാജ്യസഭാ ചെയർമാൻ ആരോപിച്ചു. വിഷയത്തിൽ മല്ലികാർജ്ജുൻ ഖർഗെയെ രൂക്ഷമായാണ് രാജ്യസഭാ ചെയർമാൻ വിമർശിച്ചത്. ഏറ്റവും മോശമായ പ്രവൃത്തി നടന്നിട്ടും ഒന്ന് പ്രതികരിക്കാൻ പോലും തയ്യാറാകാത്ത ഖർഗെയുടെ നടപടി ഞെട്ടിക്കുന്നതാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. Go to your conscience, search your soul and then reflect. I urge the leader of the opposition, I request you, sir, as leader of the opposition, as president of the Congress party, to prevail upon opposition members not to engage into this kind of indecorous conduct. അതേസമയം എംപിമാരുടെ കൂട്ട സസ്പെൻഷൻ ജനാധിപത്യത്തിനെതിരായ വെല്ലുവിളിയാണെന്ന് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗത്തിൽ സോണിയാഗാന്ധി ചൂണ്ടിക്കാട്ടി. അതിനിടെ ലോക്സഭയിലെ സസ്പെൻഷൻ നടപടികൾ തുടരുകയാണ്. LDF എംപിമാരായ AM ആരിഫ്, തോമസ് ചാഴികാടൻ എന്നിവരെ ഇന്ന് സസ്പെൻഡ് ചെയ്തു. R രാധാകൃഷ്ണൻ സമഗ്ര വിവരങ്ങളുമായി. RK, ഇന്നിപ്പോൾ ഉപരാഷ്ട്രപതിയെ അപമാനിച്ചു അല്ലെങ്കിൽ അദ്ദേഹത്തെ അനുകരിച്ചു എന്ന വിഷയത്തിൽ പ്രതികരിക്കുന്നത് നമ്മൾ കണ്ടു. പല നേതാക്കൾ, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ പ്രതികരിച്ചിട്ടുണ്ട് ആ വിഷയത്തിൽ. അതിൽ വിശദീകരണമുണ്ട്, തൃണമൂൽ MP-യുടെ വിശദീകരണമുണ്ട്. ഒപ്പം ഇന്ന് വീണ്ടും കൂട്ടപ്പരമ്പരയാണ് നമ്മൾ കണ്ടത് സസ്പെൻഷൻ്റേതായി. ഇത്തരത്തിലേക്ക് ഇങ്ങനെ കൂട്ടപ്പിരിച്ചുവിടൽ നമ്മൾ ഒരു ഘട്ടത്തിലും പാർലമെന്റിൽ കണ്ടിട്ടുമില്ല. ഇനി അവശേഷിക്കുന്നത് ഈ കേരളത്തിൽ നിന്നൊക്കെയുള്ള ഏതാനും വിരലിലെണ്ണാവുന്ന MP-മാർ മാത്രമാണ് എന്നതും നമുക്കറിയാവുന്നതാണ്. 2-3 MP-മാർ മാത്രമാണ് ഇനി അവശേഷിക്കുന്നത്. ഇന്ന് എന്തായിരുന്നു സഭയിൽ നടന്നത്? രാജ്യസഭ ഉടൻ തന്നെ പിരിയുന്ന കാഴ്ച ആദ്യം പലതവണ നിർത്തിവെക്കുന്നു, പിന്നീട് ഇന്നത്തേക്ക് പിരിയുന്നു. ലോക്സഭയിൽ ചില നിയമനിർമ്മാണങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അല്പസമയം മുൻപ് നടക്കുന്നുണ്ടായിരുന്നു. ഇന്ന് ആകെ എന്തൊക്കെയാണ് പാർലമെന്റിൽ സംഭവിച്ചത്? ചുരുക്കി അനുജ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ നടക്കുന്ന ഈ നിയമനിർമ്മാണമാണ്. രാജ്യത്തെ ഈ കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയമ നടപടികളുടെ CRPC, IPC, ഒപ്പം എവിഡൻസ് ആക്ട്, ഇവ മൂന്നും പരിഷ്കരിക്കുന്ന നിയമനിർമ്മാണ നടപടികൾ ആണ് ഇപ്പോൾ ലോക്സഭയിൽ പുരോഗമിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട നിയമനിർമ്മാണ നടപടികളിൽ പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി നമുക്ക് കാണാനായിട്ട് സാധിച്ചത് പ്രതിപക്ഷാംഗങ്ങളുടെ അഭാവമാണ്. ഇങ്ങനെയുള്ള ഒരു ചർച്ച നടക്കുന്ന ഘട്ടത്തിൽ ആ വിഷയത്തിൽ വിമർശന രൂപേണയുള്ള അഭിപ്രായങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പ്രതിപക്ഷ അംഗങ്ങൾ ഇല്ലാത്തത് ഒരുപക്ഷെ ഇത്ര പ്രധാനപ്പെട്ട നിയമനിർമ്മാണ നടപടികളെ സാരമായിട്ട് ബാധിക്കുന്ന വിധത്തിലാണ്. ഇക്കാര്യം ചില അംഗങ്ങൾ ചൂണ്ടിക്കാട്ടിയെങ്കിലും ഭരണപക്ഷ ബെഞ്ച് അഥവാ ട്രഷറി ബെഞ്ച് അത് അംഗീകരിക്കാത്തൊരു സാഹചര്യമാണ് ഉണ്ടായത്. തുടർന്നാണ് ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഈ വിഷയത്തിൽ മറുപടി പറഞ്ഞ് കൊണ്ടിരിക്കുന്നത്. ഇനി വോട്ടിംഗ് ആണ്. വോട്ടിങ്ങിന് ശേഷം ഈ നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വശങ്ങളും പൂർത്തിയാക്കി ഈ 3 ബില്ലുകളും ലോക്സഭ പാസ്സാക്കും. നാളെ തന്നെ ഈ ബില്ലുകൾ രാജ്യസഭയിലേക്ക് എത്തുമെന്നാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. രാജ്യത്തിൻ്റെ കൃത്യ നിയന്ത്രണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ പുതിയ നിയമങ്ങൾ അത് വലിയ പങ്ക് വഹിക്കും എന്നാണ് ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറഞ്ഞിരിക്കുന്നത്. ആരെയും ശിക്ഷിക്കുകയല്ല, എല്ലാവർക്കും നീതി നൽകുകയാണ് പുതിയ നിയമനിർമ്മാണത്തിൻ്റെ ലക്ഷ്യം എന്നുള്ളതാണ് അമിത്ഷാ അവകാശപ്പെട്ടത്. അമിത്ഷയുടെ പാർലമെന്റ് ആക്രമണവുമായി ബന്ധപ്പെട്ട അമിത്ഷയുടെ പ്രസംഗം സഭയിൽ അല്ലെങ്കിൽ പ്രസ്താവന സഭയിൽ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ പ്രതിഷേധങ്ങളൊക്കെ നടക്കുന്നത്. പക്ഷേ അത് അംഗീകരിക്കാതെ ആ വിഷയത്തിൽ ഒരു വാക്കുപോലും പറയാതെയാണ് അദ്ദേഹം തൻ്റെ പ്രസംഗം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നതാണ് ഇപ്പോഴത്തെ ഒരു കാഴ്ച. രാവിലെ മുതൽ തന്നെ നാടകീയമായിട്ടുള്ള രംഗങ്ങൾക്കാണ് രാജ്യസഭയും ലോക്സഭയും സാക്ഷ്യം വഹിച്ചത്. രാജ്യസഭ സമ്മേളിച്ചപ്പോൾ തന്നെ കഴിഞ്ഞ ദിവസം തനിക്ക് നേരെയുണ്ടായ തന്നെ അനുകരിച്ചുകൊണ്ട് നടത്തിയ കല്യാൺ ബാനർജിയും ഒപ്പം അത് വീഡിയോയിൽ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത് രാഹുൽ ഗാന്ധി നടത്തിയ പ്രവൃത്തിയെ വളരെ ശക്തമായിട്ടുള്ള ഭാഷയിൽ അദ്ദേഹം വിമർശിച്ചു. കോൺഗ്രസ് അധ്യക്ഷൻ എന്ന രീതിയിലും ഒപ്പം രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിലും ഈ വിഷയത്തിൽ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ ഭാഗത്ത് നിന്ന് പ്രതികരണം ഉണ്ടാകാത്തതിനെ രാജ്യസഭാ ചെയർമാൻ വിമർശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഏതാണ്ട് 6ലധികം തവണയാണ് രാജ്യസഭ ഇന്ന് നിർത്തിവെക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയത്. ലോക്സഭയിൽ തുലോം കുറവായിരുന്നെങ്കിലും പ്രതിപക്ഷ അംഗങ്ങൾ അവരുടെ പ്രതിഷേധം പ്രതിഫലിപ്പിക്കാനായിട്ടുള്ള ശ്രമം നടത്തി. ഇതിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിൽ നിന്നുള്ള ആരിഫിനും തോമസ് ചാഴികാടനും സസ്പെൻഷൻ നേരിടേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത്. ഇന്ന് രാവിലെ കോൺഗ്രസിൻ്റെ പാർലമെന്ററി പാർട്ടി യോഗം നടന്നിരുന്നു. സോണിയാഗാന്ധിയുടെ അധ്യക്ഷതയിലാണ് CPC-യുടെ അധ്യക്ഷയായിട്ട്
പ്രസിഡന്റായിട്ടുള്ള സോണിയാഗാന്ധിയുടെ അധ്യക്ഷതയിലാണ് ഈ യോഗം നടന്നത്. ഈ പാർലമെന്ററി പാർട്ടി യോഗം നിലവിലുള്ള സാഹചര്യങ്ങൾ, രാഷ്ട്രീയ അവസ്ഥ ഒക്കെ ചർച്ച ചെയ്തു. സോണിയാഗാന്ധി ആ യോഗത്തിൽ പ്രധാനപ്പെട്ടതായി പറഞ്ഞത് ഈ അംഗങ്ങളെ സസ്പെൻഡ് ചെയ്യുന്ന നടപടി അതുകൊണ്ടൊന്നും ഇപ്പോഴത്തെ പ്രതിഷേധം അത് അവസാനിപ്പിക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്.